എനിക്ക് അന്നാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് ഏറ്റവും കൂടുതൽ. അന്നത്തെ സെയില് ഗിന്നസിൽ വന്നു. അവാർഡ് കഴിഞ്ഞ 4 ദിവസം മുമ്പ് എനിക്ക് അതിന്റെ അവാർഡ് തന്നു. എന്നിട്ട് അവർ പോയി. 200 കോടി എന്ന് വെച്ചാൽ നമ്മുടെ ആരുടെയും എൻ്റെ കഴിവെന്ന് ഒരിക്കലും പറയില്ല. പബ്ലിക്കിന്റെ സപ്പോർട്ട്. എനിക്കൊരു ബിസിനസ് തുടങ്ങാം, ഞാനിത് വളർത്തിയാലും തളർത്തിയാലും നശിച്ചു പോയാലൊക്കെ ഞാൻ മാത്രം പഴിയേട്ടാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വരുന്ന ഒരുപാട് സംരംഭകരുണ്ട്, ഇവർ വളർന്നു വരുന്നുണ്ട്, ഇവർ താഴെ പോകുന്നുണ്ട്, ടേൺ ഓവർ ഒരുപാട് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ പരാജയപ്പെടുന്നുണ്ട്. പക്ഷെ സാറ് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ചരിത്രം നമുക്കുണ്ട്, ഒരു വിജയകഥ അച്ഛനുണ്ട്. ഇവിടെ വരുന്ന 100 കസ്റ്റമേഴ്സിനെങ്കിൽ 98 കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കി വിടുന്നതിനുള്ള ഒരു രീതി നമ്മൾ കൊണ്ടുവരണം. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. സർവീസ് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ളത്. ഇതുപോലെ തന്നെ റേറ്റ്, നമ്മളെല്ലാം ഇന്ത്യയിലെ എല്ലാ ജുവലേഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്നത് ബോംബെ റേറ്റാണ്. ലണ്ടൻ മാർക്കറ്റ് അനുസരിച്ച് ബോംബെ റേറ്റ് വ്യത്യാസം വരും. അതനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ നമ്മൾ വരും. നമുക്ക് ലണ്ടൻ മാർക്കറ്റ് ഏകദേശം 9-15 കിട്ടും. കേരളത്തിലായി ഇപ്പം 7 സ്റ്റേറ്റിലും കംപ്ലീറ്റ് ആയി. ഇപ്പം നാഷണൽ ലെവലിൽ അവർ എന്നോട് പറയുകയാണ്, നിങ്ങൾ തന്നെ അത് ഫോളോ അപ്പ് ചെയ്യണം, നിങ്ങളുടെ ഞങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ വീഡിയോ കാണുന്ന ആൾക്കാർ ചോദിക്കും, അപ്പൊ സാറാണല്ലോ ഈ ഗോൾഡിന്റെ റേറ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞാലും 100 രൂപ കുറഞ്ഞാലും 120 രൂപ ഒരു ദിവസം കുറച്ച് ചരിത്രമുണ്ട് കഴിഞ്ഞ മാസം. ഇങ്ങനെയൊരു പ്രതിസന്ധി വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ എഫേർട്ടുകളാണ്? ഇപ്പം സാറിൻ്റെ ഒരു ചെറുപ്പം മുതൽ 8ാം വയസ്സ് മുതൽ അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ സാർ ഈ ബിസിനസ്സിലുണ്ട്. ഇന്ന് എത്ര എംപ്ലോയീസിന് ജോലി കൊടുക്കുന്നുണ്ട്? ഇപ്പം ഏകദേശം ഒരു 3500-4000 പേർക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. ഭീമ ജുവൽസിൻ്റെ സാരഥി ഗോവിന്ദൻ സർ. സർ, സ്പാർക്കിൻ്റെ ഞങ്ങളുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം. താങ്ക് യു. സർ, ആദ്യമായി തന്നെ ഞാൻ സാറിനൊരു നന്ദി പറയുന്നു. സാറിൻ്റെ ഇത്രയും വിലയേറിയ സമയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഒരു 30 മിനിറ്റ് മാറ്റിവെക്കാൻ സാർ കാണിച്ച ഒരു മനസ്സിന് ആദ്യമേ തന്നെ ഞാൻ നന്ദി. ഞാൻ ആദ്യം നന്ദി പറയണത്, നിങ്ങൾ ഒരു ഇത്രയും മെനക്കെട്ട് ബുദ്ധിമുട്ടി എറണാകുളത്ത് നിന്ന് ഇത്രയും നേരം ഓടി വന്നിട്ട് എൻ്റെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഇത്രയും സമയം മുടക്കിയതിന് വളരെ നന്ദിയുണ്ട്. സന്തോഷം സർ. സർ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭീമ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 വർഷങ്ങൾക്ക് മുന്നേ ആലപ്പുഴയിൽ നിന്നാണ്. സാറിൻ്റെ അച്ഛനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാറിന് ഓർമ്മയുള്ള ഒരുപാട് കഥകളുണ്ടാകും, അച്ഛൻ പറഞ്ഞു തന്നിരിക്കുന്ന കഥകളുണ്ടാകും. എന്തായിരുന്നു സർ ഭീമയുടെ തുടക്കം? ഭീമ അച്ഛൻ്റെ 8ാമത്തെ വയസ്സിൽ സ്വദേശമായ കർണാടകയിലെ സ്വദേശമായ ഉടുപ്പിക്കടുത്തുള്ള ഉദ്യാവരം എന്നൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് അച്ഛൻ വന്നത്. അച്ഛൻ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഭാഷ പോലും അറിയില്ലായിരുന്നു. അവിടെ കന്നഡ തുളു ഒക്കെ ആയിരുന്നു സംസാരിക്കുന്നത്. അത് മലയാളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, ആൾക്കാർ പറഞ്ഞ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു പ്രായത്തിലായിരുന്നു അച്ഛൻ ഇവിടെ ഓടി വന്നത്. അച്ഛൻ്റെ ഒരു അങ്കിൾ അന്ന് ആലപ്പുഴയിൽ സെറ്റിൽഡ് ആയിരുന്നു. ചെറിയൊരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നു. അതല്ലാണ്ട് ഒരു അമ്പലത്തിലെതിരെ ശാന്തിയും ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ വരുമ്പോൾ പഠിക്കണം എന്നൊരു ആഗ്രഹത്തോടുകൂടിയാണ് വന്നത്. പഠിത്തത്തിൻ്റെ കൂടെ കാലത്ത് ഒരു ചെറിയൊരു അമ്പലം വീട്ടിനടുത്തുണ്ടായിരുന്നു. അവിടെ ശാന്തി എന്ന് വെച്ചാൽ അതിനെപ്പറ്റി സഹായിക്കാനും വൈകുന്നേരം സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ സമയത്ത് ആ അങ്കിള് ഒരു ചെറിയൊരു അന്നത്തെ രീതിയിൽ ചായക്കട എന്ന് പറയാം, അവിടെ അങ്കിളിനെ സഹായിച്ചുകൊണ്ട് ജീവിതം തുടങ്ങി. പഠിത്തത്തിന് വേണ്ടിയാണ്, നല്ലൊരു സ്ഥലമാകട്ടെ എന്ന് കരുതിയാണ് വന്നത്. അന്ന് വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യം കൊടുത്തു. അന്ന് അച്ഛൻ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ്, നല്ലൊരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഈസി ആയിരിക്കും എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങേര് കാലത്തെ പൂജയും വൈകുന്നേരത്തെ ചായക്കടയും സഹായിച്ച് കുറേ 3-5-6 കൊല്ലങ്ങൾ അങ്ങനെ കഴിച്ചു. കുറേ സമ്പാദ്യം വന്നപ്പോൾ അതിനുശേഷം അങ്ങേരുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് വന്നിട്ട് കോളേജ് എഡ്യൂക്കേഷൻ പഠിക്കാനായിട്ട് വന്നത്. ഇവിടുത്തെ ഒരു ആരുടെയോ കൂടെ പരിചയക്കാരുടെ വീട്ടിൽ താമസിച്ച് 2-3 കൊല്ലം എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം, എന്നുവെച്ചാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം
തിരിച്ച് ആലപ്പുഴയ്ക്ക് പോയി അമ്മാവൻ്റെ അടുത്തേക്ക് തിരിച്ചു. അമ്മാവൻ്റെ കൂട്ടത്തിൽ പോയി. അപ്പം അമ്മാവൻ്റെ കൂട്ടത്തിൽ പോയതിന് ശേഷം അച്ഛന് ഒരു മനസ്സിലൊരു ആഗ്രഹം, എന്തെങ്കിലും അമ്മാവനെ ഇതുവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതല്ലേ നല്ലത്, വേറൊരാളെ എത്ര കൊല്ലം ബുദ്ധിമുട്ടിപ്പിക്കാം എന്നൊരു തോന്നലുണ്ടായതിന് വെളിച്ചത്തിൽ ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി എന്ത് ചെയ്യണം എന്നുള്ളൊരു രീതി അച്ഛൻ തോന്നി തുടങ്ങി. അപ്പോൾ അന്നത്തെ കാലത്ത് ജൂവലറി ബിസിനസ് എന്ന് പറയുന്നത് ആർക്കും അറിയില്ലാത്ത കാര്യമാണ്. അന്ന് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കേരളത്തിൽ 2 പോർട്ടുകളുണ്ടായിരുന്നു. ഒന്ന് കൊച്ചിൻ എയർപോർട്ട്, ഒന്ന് ട്രാവൻകൂർ എയർപോർട്ട്. ട്രാവൻകൂർ എയർപോർട്ടിലെ ഒരു സ്ഥലമായ ആലപ്പുഴയിലാണ് അന്ന് അച്ഛൻ താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് അവിടെ ചെറിയൊരു പോർട്ടുണ്ടായിരുന്നു. അതെ, അത് കപ്പലടുക്കുന്നത് സീ ലെവലിൽ നിന്ന് നമ്മുടെ സമുദ്രത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടെ ഈ പോർട്ടിൽ കൂടെയാണ് അന്ന് കേരളത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വരുന്നത്, എല്ലാം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അന്ന് ആ പോർട്ടിൽ ആലപ്പുഴയിൽ ഏകദേശം 3000-4000 വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കപ്പൽ വരും, ആ 3 കിലോമീറ്റർ ദൂരെയുള്ള കപ്പലിൽ നിന്ന് മച്ചുവ എന്ന് പറയും, ചെറിയ വണ്ണത്തെ ഇന്നത്തെ വലിയ ബോട്ട്, വലിയ വള്ളം, അതിൽ കൊണ്ടുവന്നിട്ട് ആലപ്പുഴ തീരത്ത് കൊണ്ടുവന്ന് അടുക്കും. നമ്മൾ ഈ പണ്ടത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ അതിനകത്തുള്ള വലിയ വള്ളം. കറക്റ്റ്, വെരി കറക്റ്റ്. അപ്പോൾ അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. അന്ന് അവിടുത്തെ ആ 3000-ഓളം 4000 അവർക്കാർക്ക് ആ ലോഡിങ്ങിനും അൺലോഡിങ്ങിനുമുള്ള വേജസ് കൊടുത്തുകൊണ്ടിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് നാണയങ്ങൾ, വെള്ളി നാണയങ്ങളുണ്ട്, സ്വർണ്ണ നാണയപ്പറ്റി എനിക്കറിയില്ല. എന്നാലും ഈ ജോലിക്കാർക്കെല്ലാം അൺലോഡ് ചെയ്യുന്ന ലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ശമ്പളമായിട്ട് കൊടുക്കുന്നത്, വേജസ് ആയിട്ട് കൊടുക്കുന്നത് സ്വർണ്ണ നാണയങ്ങളാണ്. അപ്പോൾ അവരുടെ വേജസിൻ്റെ അനുസരിച്ച് ഓരോരുത്തർക്കും അന്നത്തെ ഡിനോമിനേഷൻ എന്തൊക്കെയോ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ അവർക്ക് സ്വർണ്ണ നാണയം കിട്ടിയതിൻ്റെ എങ്ങനെ അത് ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അറിയില്ല. അങ്ങനെ ഉള്ള ഇത് മനസ്സിലാക്കി അച്ഛൻ അന്ന് ആ സമയത്ത് ഇത് മനസ്സിലാക്കി സ്വർണത്തിനൊരു ഫ്യൂച്ചറുണ്ട്, അതിന് എന്ത് നല്ലൊരു ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ കൂടി നമുക്ക് പഠിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജുവലറി ബിസിനസ് തുടങ്ങിയത്. അത്രയും ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു. മേടിച്ചുകൊണ്ട് ഇന്ത്യൻ മണി കൊടുക്കുന്ന ഒരു സിസ്റ്റം തുടങ്ങി. ആദ്യത്തെ കച്ചവടം അന്ന് ബുള്ളിയൻ എന്ന് പറയുന്നത് സ്വർണ്ണ കച്ചവടക്കാർ ചെറിയ രീതിയിലുള്ള ഈ ഇന്നത്തെ പോലെ ഷോറൂംസ് അല്ല, താഴെ ഇരുന്ന് ചെയ്യുന്ന ബിസിനസ്. ഏകദേശം ഒരു 100 അന്നത്തെ പവൻ കണക്കാണെന്ന്, 50 പവൻ 100 പവൻ വെച്ചുകൊണ്ട് ഉള്ള ഒരു ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഒരു ഫ്യൂച്ചറുള്ളത് മനസ്സിലാക്കി അച്ഛൻ തുടങ്ങാനുള്ള ഒരു രീതി മനസ്സിലാക്കി തുടങ്ങാൻ ശ്രമം ആരംഭിച്ചു. പക്ഷെ ക്യാപിറ്റൽ വേണ്ടേ? ക്യാപിറ്റൽ എവിടെ നിന്ന് കിട്ടും? അപ്പം അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ വെള്ളി പാദസരമുണ്ട്, എനിക്ക് സ്വർണത്തിൻ്റെ ഒരു മാലയുണ്ട്, ഇത് വേണമെങ്കിൽ ഞാൻ തരാം, ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതനുസരിച്ച് ചെയ്തു. അപ്പം തന്നെ ഒരു കൊടുത്തു. അതാണ് അച്ഛൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വെള്ളിക്കൊലുസും അമ്മയുടെ ഒരു താലിമാല ആണ് അച്ഛൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു 10,000 കോടിയിലധികം ടേൺ ഓവർ വരുന്ന ഭീമ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ക്യാപിറ്റൽ അമ്മയുടെ അച്ഛൻ അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. അതാണ് ഈ ബിസിനസിന്റെ ആരംഭം. അതിന്റെ ഒരു വിശ്വാസ്യതയും പ്യൂരിറ്റി ആയിരിക്കും ഇന്നും ഭീമയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അതിൽ അച്ഛന് അന്ന് ബിസിനസ് തുടങ്ങുമ്പോൾ പ്യൂരിറ്റി എന്ന് പറയുന്ന സിസ്റ്റം ആർക്കും അറിയില്ല. അന്ന് ഗോൾഡ് കൺട്രോൾ ആക്ട് ഒന്നുമില്ല. എന്ത് വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും പവൻ്റെ മാറ്റ് കൊടുക്കാം, 80 ടച്ച് കൊടുക്കാം, 75 ടച്ച് കൊടുക്കാം. പക്ഷേ അച്ഛൻ മനസ്സിൽ കണ്ടത് സ്വർണ്ണം എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയിൽ ഒരു കളങ്കത്വം പാടില്ല. ആ കളങ്കത്വം ഇല്ലാത്ത രീതിയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വിറ്റാലേ നമ്മുടെ കുടുംബത്തിലിരിക്കുന്ന സ്വർണ്ണങ്ങൾക്ക് ഒരു ശാശ്വതമായ നിലനിൽപ്പുണ്ടാവുള്ളൂ, ഐശ്വര്യം. അത് മനസ്സിലാക്കിയിട്ട് അന്ന് തുടങ്ങിയ കാലം മുതൽ പവൻ മാറ്റ്, അത് 92, ഇന്ന് നമ്മൾ 92 എന്ന് പറയുന്നത് അച്ഛൻ
തുടങ്ങിച്ച കാലം മുതൽ 92 തന്നെയാണ്. ഇതാണ് അച്ഛൻ സ്വർണത്തിൽ കണ്ട ഒരു ഭീമയിൽ ഉള്ള സ്വർണത്തിൻ്റെ പ്രത്യേകത. അന്ന് മുതൽ ഇന്നും 2021 ആണ്ടിലാണ് പ്യൂരിറ്റി ആയിട്ടുള്ള ഒരു ഹാൾമാർക്കിംഗ് സിസ്റ്റം ഗവൺമെൻറ് ലെവലിൽ നിന്ന് കമ്പൽസറി ആയിട്ട് കൊണ്ടുവന്നത്. അതിന് മുതലേ ഭീമയുടെ സ്വർണം പ്യൂരിറ്റി വെച്ച് നോക്കുമ്പം 9 പവൻ മാറ്റ് തന്നെ. ഞാനൊക്കെ കൊച്ചിലേ കേട്ടിട്ടുണ്ട്, സ്വർണം മേടിച്ചാൽ ഭീമേനെ മേടിക്കാമുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. ഇത് പ്യൂരിറ്റി മാത്രം ഒന്നുമല്ല, ഈ സ്വർണ്ണാഭരണങ്ങൾ മേടിച്ച വീടുകളിലെല്ലാം അവർ കല്യാണത്തിനോ എന്ത് വേണമെങ്കിലും ആ വീട്ടുകളിൽ ഐശ്വര്യത്തിനോ സമ്പത്തിനോ ഒരു ആ റിലേഷൻഷിപ്പിനോ കല്യാണത്തിന് റിലേഷൻഷിപ്പ് ഒരു ഭംഗവും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ട് പൊതുജനങ്ങളിൽ നിന്നാണ് അച്ഛൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വർണത്തിൻ്റെ പ്യൂരിറ്റി ലക്ഷ്മിയിൽ യാതൊരു കളങ്കമില്ല എന്നുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് വരുമ്പോൾ അതിൻ്റെ പ്രത്യേകത കുടുംബങ്ങളിൽ കാണുന്നു. അതാണ് ഭീമയിലെ സ്വർണ്ണങ്ങൾക്ക് പ്രത്യേകത, ഒരു വിശ്വാസത. പ്യൂരിറ്റി മാത്രമല്ല, അത് ഡിസൈൻസ് മാത്രമല്ല, കുടുംബത്തിൻ്റെ ശാശ്വതമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ജനങ്ങൾ ഭീമയെ കണ്ടിരുന്നത്. അതാണ് ഭീമയുടെ സക്സസിൻ്റെ ഒരു രഹസ്യം എന്നേ ഞാൻ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് സാറ് വരുമ്പോൾ, സാറ് ബിസിനസ്സിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും അച്ഛൻ കച്ചവടം ചെയ്യാണ്. അപ്പോൾ സാറിൻ്റെയും ചെറുപ്പം മുതലേ ഒരു കച്ചവടം മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിത രീതിയിലൊരു ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സാർ എങ്ങനെയായിരുന്നു ഭീമയിലേക്ക് വരുന്നത്? ഞാൻ പഠിക്കാൻ നേരത്ത് ഇതെൻ്റെ ബിഗിനിങ്, അച്ഛൻ ബിഗിനിങ്ങിന് അങ്കിൾ കൂടെ മനസ്സിലാക്കി. അങ്കിളിൻ്റെ സഹായത്തോടുകൂടി എല്ലാം ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ തുടക്കമിട്ടു. അതുപോലെ എനിക്കും അച്ഛൻ കാലത്ത് കട തുറക്കുമ്പോൾ പോവും, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ചിലപ്പം വരും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലേക്ക് കൊടുത്തയക്കും, ഇനി രാത്രിയാകുമ്പോൾ വരും. ഇത്തരം കഷ്ടപ്പെട്ട് ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്, നടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ ഗൗരവവും സീരിയസും ഞാൻ മനസ്സിലാക്കി പഠിക്കാൻ നേരത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എൻ്റെ പഠിക്കാൻ നേരത്ത് സാറിന് 8ാം ക്ലാസ് മുതൽ ഞാൻ പഠിച്ചതിന് ശേഷം, സ്കൂളിൽ നിന്ന് വിട്ടതിന് ശേഷം വൈകുന്നേരം എല്ലാവരും, അന്നത്തെ കാലത്ത് ചടുകുടുവാണ് ഏറ്റവും വലിയ ഒരു ടൈം പാസ്, ചടുകുടു ഫുഡുകളൊക്കെ. ഞാൻ ആ സമയത്ത് വൈകുന്നേരം കടയിൽ പോയി അച്ഛൻ്റെ കൂടെ ഇരുന്ന് അച്ഛനെ സഹായിക്കും, ക്യാഷ് എഴുതാനും സാധനങ്ങൾക്ക് എടുത്ത് വയ്ക്കാനും സഹായിക്കാൻ തുടങ്ങി. കൂട്ടുകാരൊക്കെ കളിച്ച് കിടക്കുമ്പോൾ നമ്മൾ കടയിലിരുന്ന് പൈസ കണക്കും ഗ്രാമിന്റെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പവൻ കണക്കാണ്. അത് മനസ്സിലാക്കി ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് അന്നുണ്ടായി. അന്ന് മുതലുള്ള എക്സ്പീരിയൻസിൻ്റെ ഒരു രീതിയായിരിക്കാം എനിക്ക് ബിസിനസ്സിൽ ഇത്രമാത്രം ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള രീതിയും എക്സ്പാൻഷൻ്റെയും എങ്ങനെ ബിസിനസ് കൊണ്ടുപോകുന്നുള്ള രീതി പഠിക്കാൻ അച്ഛനിൽ കൂടെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് എനിക്ക് ബിസിനസ്സിലുള്ള താല്പര്യം കൂടുന്നതിനും ബിസിനസ് എക്സ്പാൻഷൻ ഞാൻ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ ഈസിയായിട്ട് മനസ്സിലാക്കാനും ഈസിയായിട്ട് അതിന് പ്രൊവൈഡ് ചെയ്യാനും ഒരു സാഹചര്യം എനിക്കുണ്ടായി. അതാണ് ഭീമയുടെ ഇപ്പോഴത്തെ വളർച്ചയുടെ രഹസ്യമായിരിക്കാം, രണ്ടാമത്തെ രഹസ്യം. ഓക്കെ, ആയിരിക്കും. സാറിന് ഇപ്പോൾ സാറ് 8ാം ക്ലാസ് മുതൽ കടയിൽ പോകുന്നുണ്ട്, കാര്യങ്ങൾ അറിയുന്നുണ്ട്, അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത് എത്രാമത്തെ വയസ്സിലാണ് സ്വന്തമായിട്ടൊരു ഷോപ്പിലേക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അച്ഛൻ തരുന്നത് എപ്പോഴാണ്? ഞാൻ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് BCom ആലപ്പുഴയിലെ ST കോളേജിൽ BCom പഠിച്ചു. BCom പഠിച്ച് ഏകദേശം 22-24 വയസ്സാകുമ്പോൾ എനിക്ക് ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ 1978 അച്ഛൻ എറണാകുളത്ത് ഒരു ഷോറൂം തുടങ്ങാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അത് ആര് പോകണം, ഞാൻ പോയാൽ ഇവിടെ ആരെങ്കിലും നോക്കണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനുണ്ട്. ഞാൻ കാര്യങ്ങളൊക്കെ എനിക്ക് അച്ഛൻ്റെ കൂടെ ഇരുന്ന് ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അത് തെറ്റോ കുറവോ എന്നല്ല, അതിൽ കൂടെ ഉള്ള രീതിയിൽ ഞാൻ അച്ഛനെ ഹെൽപ്പ് ചെയ്യാം, ബിസിനസ് വളർച്ചയ്ക്ക് ഞാനൊരു സഹായമായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞ അച്ഛൻ 2 കൈയും കൈയടിച്ചിട്ട് കൈ നീട്ടി ഷേക്കേണ്ടത്, നീ പോയിക്കോടാ എന്ന് പറഞ്ഞ് 1978 ഷോറൂം തുടങ്ങുമ്പോൾ എന്നെയും എൻ്റെ അനിയൻ ബിന്ദുമാധവനെയും ആണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എറണാകുളത്തേക്ക് വിട്ടു സാഹചര്യം ഉണ്ടാക്കി തന്നത്. അപ്പം അങ്ങനെയാണ് സ്വന്തമായിട്ടൊരു ഷോപ്പ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഷോപ്പിലേക്ക് എത്തുന്നത്. അതിൽ കൂടെ
സ്വന്തമായിട്ട് വരുമ്പോൾ അതിൽ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അച്ഛനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ലാഭവും നഷ്ടവും എവിടെയൊക്കെ പ്രോബ്ലംസ് വരാം, എവിടെയൊക്കെ ബിസിനസ് കുറയാനുള്ള ചാൻസ് ഉണ്ട് എല്ലാം മനസ്സിലാക്കുന്ന സാഹചര്യം അച്ഛനുള്ളതിൽ പോയപ്പോൾ ഈ 1978 എറണാകുളത്ത് ഞാൻ തുടങ്ങുമ്പോൾ അതിനെപ്പറ്റി ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ചുമതല ആയപ്പോൾ എൻ്റെ റിസ്ക്കും പ്രോഫിറ്റ് കിട്ടുന്നതിൻ്റെയും ലാഭം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ നഷ്ടം എങ്ങനെ വരും, പബ്ലിക്കിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം, എന്തൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നുള്ള ഒരു പാഠം പഠിക്കുന്നതിൻ്റെ രീതിയിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ മതി. അതാണ് എൻ്റെ ഒരു ആദ്യത്തെ ABCD പഠിക്കുന്നത്. ബിസിനസ്സിൽ സ്വർണ്ണ ബിസിനസ്സിൻ്റെ ABCD പഠിക്കുന്ന രീതി എനിക്ക് കിട്ടാനുള്ള ഒരു അവസരം കിട്ടി. അതായിരിക്കാം ഒരു പക്ഷേ ബിസിനസ്സിൽ എനിക്ക് കിട്ടിയ പഠിത്തത്തിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഫലമായിരിക്കാം ഇപ്പോഴുള്ള ബിസിനസ്സിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ടേൺ ഓവറും എല്ലാം ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കാം. ഓക്കെ, എവിടെയായിരുന്നു എറണാകുളത്ത് എവിടെയായിരുന്നു ഷോപ്പ് തുടങ്ങുന്നത്? MG റോഡിൽ മെയിൻ റോഡ് അതാണ്. അവിടെ 8 ജ്വല്ലറി സ്റ്റോഴ്സ് ഉണ്ട്. അതിൻ്റെ നടുക്ക് ഒരു ഷോറൂം. അപ്പോൾ എല്ലാവരും പഠിച്ചു. അവിടെയൊക്കെ സ്വർണ്ണക്കടകൾ കൊല്ലങ്ങളായിട്ട് ഉള്ള ആൾക്കാരുടെ സ്ഥലമാണ്. നീ അവിടെ പോയി അവരുടെ ഇടയ്ക്ക് നിന്ന് ബിസിനസ് നിനക്ക് കിട്ടുമോ എന്ന് ഞങ്ങൾക്കറിയില്ല പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങൾ ദൈവം ഒന്ന് നിശ്ചയിക്കുന്നു. നമ്മുടെ തലയിലെടുത്ത് എങ്ങനെ ഇരിക്കുന്നു, നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുക. പിന്നെയുള്ള ദൈവത്തിൻ്റെ കയ്യിലും പബ്ലിക്കിൻ്റെ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ കടയിൽ വന്നിട്ട് ഞാൻ അന്ന് തന്നെ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചെറിയ ഒരു ഹോംവർക്ക് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാലിക്കറ്റ്, കോട്ടയത്ത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഹോട്ടലിൽ തന്നെ പോവുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇഡ്ഡലി ആയിരിക്കും ഇമ്പോർട്ടൻസ്, ഒരു സ്ഥലത്ത് ദോശയായിരിക്കും. ഞങ്ങളുടെ നാട്ടിലേക്ക് നല്ല ബീഫാണ്. ചിലത് ഉപ്പുമായിരിക്കും, ചിലത് ചപ്പാത്തി ആയിരിക്കും. ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഓരോ സ്ഥലത്തെ ആൾക്കാരുടെ ഉപയോഗം തുണിയിൽ, ടെക്സ്റ്റൈൽസിൽ അങ്ങനെ വ്യത്യാസം വരും, ജുവലറിയിൽ വരും. അങ്ങനെ ജുവലറിയിൽ വരുന്ന മാറ്റങ്ങൾ ഓരോ സ്ഥലത്ത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി. എനിക്ക് ആൾക്കാർ ഓരോ ആലപ്പുഴ അന്ന് ജുവലറി തുടങ്ങുമ്പോഴെന്ന് നമ്മുടെ ജുവലറിയാണ് ഏറ്റവും കൂടുതൽ കോട്ടയത്തു നിന്നും ആലുവയിൽ നിന്നും കൊല്ലത്തു നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ടേസ്റ്റ് മനസ്സിലാക്കാനുള്ള സാഹചര്യം എനിക്കന്നുണ്ടായി. ഇവിടെ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് വെച്ചാൽ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ബാക്കി എല്ലാ അടുത്തുള്ള ടൗൺസിലും ഗ്രാമത്തിലൊക്കെ പോയിട്ട് അവരുടെ ടേസ്റ്റ് എന്താക്കാൻ മനസ്സിലാക്കാൻ അവിടുത്തെ സ്വർണ്ണ കലാകാരന്മാർ, സ്വർണ്ണ പണിക്കാരെന്നല്ല ഞാൻ പറയുന്നത്, കലാകാരന്മാർ പോയിട്ട് അവരുടെ എന്തൊക്കെയാണ് അവിടെ മാക്സിമം പ്രൊഡക്ഷൻ മാനുഫാക്ചർ ചെയ്തത് അത് മനസ്സിലാക്കി അതിൻ്റെ രീതിയിലുള്ള പ്രോഡക്റ്റാണ് ഞാൻ സ്വർണ്ണാഭരണങ്ങൾ അവിടെ മാനുഫാക്ചർ വെച്ചത്. അത് വെച്ച് ആൾക്കാർ ബിസിനസ്സിന് തുടങ്ങുന്നതിൻ്റെ ദിവസം മുതൽ ആൾക്കാർ ഓരോരുത്തർ വന്ന് ഇത് ഞങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചാണല്ലോ കണ്ട ഉടനെ മേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറായി. ഇതാണ് ഇത് ഞാൻ പറയുന്നത് ഒരുപക്ഷെ ബിസിനസ്സിൻ്റെ സീക്രട്ടായിരിക്കാം. സീക്രട്ട് പറയാൻ പാടില്ലെങ്കിൽ തന്നെ പുതിയ നിങ്ങൾക്ക് ആവശ്യം ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്. സ്വർണ്ണ ബിസിനസ് നടത്തുന്നവർക്ക് ഇതെല്ലാം ഒരു പാഠമാകണം എന്നുള്ളൊരു ഉൾക്കാഴ്ച എൻ്റെ കയ്യിലുണ്ട്. എല്ലാവരും തുടങ്ങുമ്പോഴും ചുമ്മാ തുടങ്ങിയാൽ പോരാ, കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് മനസ്സിലാക്കണം. എന്നാലേ ബിസിനസ് സക്സസ് ആകാനുള്ള സാഹചര്യം ഉണ്ടാവൂ എന്ന് മനസ്സിലായതിൻ്റെ പുറത്ത് ഞാൻ ചെയ്തതിൻ്റെ പേര് റിസൾട്ട് ഉണ്ടായി. അതിന് ശേഷം 1978 അതിന് മുമ്പ് തന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. മുൻപോട്ട് പഠിവെച്ച് മോളിൽ പോകേണ്ട ശബരിമലയിൽ നമ്മൾ ഏറ്റവും മേലിൽ കയറുന്നത് പോലെ എല്ലാം മേടിൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഈ ഭീമയുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല, നമ്മൾ 100 വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോഴും. ഇത് ഞാൻ ആരുടെയും സൂചിപ്പിച്ചില്ല. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യണം 100-ാം വർഷം ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ ഫാമിലി വൈഫും കുട്ടികളും അവരുമായിട്ട് സണ്ണിലസം സംസാരിച്ചപ്പോൾ നമുക്ക് ഈ വർഷം ആഘോഷിച്ച് എന്താണെന്നുള്ളത് തീരുമാനം എടുക്കാം. അപ്പോൾ അത് നമുക്ക് പൊതുജനങ്ങളെ അറിയിക്കാം. ശരി ആയിട്ട് അങ്ങനെ തന്നെ ശരിക്കും അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ തുടങ്ങിയില്ല. പക്ഷേ
ഇങ്ങനെ ആരംഭിക്കുന്നുണ്ട്. ഈ 100-ാം വർഷമാണ് എന്ന് നമുക്ക് ഒരു 4-5 ദിവസത്തെ ഒരു മാക്സിമം ഒരു 10 ദിവസത്തെ ആൾക്കാരുമായിട്ട് ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഈ 7-ാം തീയതി അതിൻ്റെ ആരംഭമാണ്. അത് നിങ്ങൾ വന്നൊന്ന് ഞങ്ങളെ കോപ്പറേറ്റ് ചെയ്യുക. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബിസിനസ് സഹായിക്കണമെന്നോ ഞങ്ങളത് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ കോപ്പറേഷൻ, നിങ്ങളുടെ ബ്ലെസ്സിങ്ങും, നിങ്ങളുടെ അവിടെ വന്ന് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം, സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞതേ ഉള്ളൂ. പരസ്യങ്ങൾ പേപ്പറിലോ ടി വിയിലോ ഒരു ഇൻസ്റ്റഗ്രാമിലോ ഒന്നും കൊടുത്തില്ല. പക്ഷേ ദൈവത്തിന് എനിക്കെന്ന് പറയാം, അന്ന് കാലത്ത് 6:30 മുതൽ രാത്രി 2:30 മണി വരെ ആൾക്കാർ ചെറിയൊരു താലി, എനിക്ക് പരിചയമുള്ള ഒരാൾ ചെറിയ താലി മേടിക്കാണ്ട് ഞാൻ കാപ്പി കുടിച്ച് തിരികെ ഷോറൂമിൽ കയറുമ്പം, ഗോവിന്ദേട്ടാ ഞാൻ 1 ഗ്രാമിൻ്റെ താലി മേടിക്കാൻ വന്നതാണ്, 2 മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ വിഷമിക്കുകയാണ്, ബില്ല് കിട്ടുന്നില്ല. ഞാൻ അപ്പം തന്നെ എൻ്റെ സെക്രട്ടറി പറഞ്ഞു ഇയാളൊന്ന് കൈകാര്യം ചെയ്യുന്നുള്ളൂ. 5 മിനിറ്റിനവൻ പോയി. ഞാൻ പറഞ്ഞു ഇതാണ് ഭീമയുടെ സക്സസിൻ്റെ ഒരു വിജയം. എനിക്ക് നിങ്ങൾ ആരെന്ന് അറിയില്ല, എനിക്ക് പരിചയമുണ്ടോ, നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് പരിചയമില്ല, നിങ്ങളാണെന്ന് പറഞ്ഞു ഉടനെ നിങ്ങൾ അത് നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇതാണ് ഭീമയുടെ സക്സസ്. എനിക്ക് അന്നാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് ഏറ്റവും കൂടുതൽ. അന്നത്തെ സെയില് ഗിന്നസിൽ വന്നു. അവാർഡ് കഴിഞ്ഞ 4 ദിവസം മുമ്പ് എനിക്ക് അതിൻ്റെ അവാർഡ് തന്നു. പോയി 200 കോടി എന്ന് വെച്ചാൽ നമ്മുടെ ആരുടെയും എൻ്റെ കഴിവെന്ന് ഒരിക്കലും പറയില്ല. പബ്ലിക്കിൻ്റെ സപ്പോർട്ട്, സെയിൽസിൻ്റെ ആൾക്കാർ അന്ന് 7500ഓളം എസ്റ്റിമേറ്റ് എടുത്തു, 5200 ബില്ലായി. ബില്ല് നെക്സ്റ്റ് ഡേ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ബില്ല് അടിക്കണമെങ്കിൽ 35-40 ടെർമിനൽസ് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തു. 30 ടെർമിനലുള്ളതിന് പകരം 70 ടെർമിനൽ ഇട്ടിട്ടും മതിയാകുന്നില്ല. 5200 ബില്ല് ഫൈനലായി. നെക്സ്റ്റ് ഡേ ഇനിയും 500-600 ബില്ല് ഫൈനലാകുന്നുണ്ടായിരുന്നു. അതെല്ലാം ഇതാണ് ഭീമയുടെ ഈ സക്സസിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. എനിക്ക് യാതൊരു മടിയുമില്ല, സന്തോഷമേ ഉള്ളൂ. പുതിയ ഞങ്ങളെ 2 കൈയും ഇട്ട് സ്വീകരിച്ചതുപോലെ അന്ന് മാക്സിമം സഹകരിച്ചവർ. സാർ, ഇപ്പം സാറൊരു 2nd ജനറേഷൻ ബിസിനസ് നടത്തുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇപ്പം എനിക്കൊരു ബിസിനസ് തുടങ്ങാം, ഞാനിത് വളർത്തിയാലും തളർത്തിയാലും നശിച്ചു പോയാലൊക്കെ ഞാൻ മാത്രം പഴിയേട്ടാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വരുന്ന ഒരുപാട് സംരംഭകരുണ്ട്, ഇവർ വളർന്നു വരുന്നുണ്ട്, ഇവർ താഴെ പോകുന്നുണ്ട്, ടേൺ ഓവർ ഒരുപാട് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ പരാജയപ്പെടുന്നുണ്ട്. പക്ഷെ സാറ് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ചരിത്രം നമുക്കുണ്ട്, ഒരു വിജയകഥ അച്ഛനുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി ഈ അച്ഛൻ്റെ പേരും ഭീമയുടെ പേരും കളയാതെ ചീത്തപ്പേരുണ്ടാക്കാതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അത് സാർ എങ്ങനെ ഓവർകം ചെയ്യും? ഞാൻ ഇത് ആദ്യം മുതൽ എൻ്റെ 3 മക്കൾ പെൺകുട്ടികളാണ്. അവർക്ക് പറയും, നമ്മൾ ബിസിനസ്സിൻ്റെ സക്സസ് മാത്രമല്ല നോക്കേണ്ടത്, നമ്മളെ മൊത്തത്തിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനുള്ള ഒരു രീതി കൂടെ നമ്മൾ കൊണ്ടുവരണം. നമുക്ക് ബിസിനസ് കിട്ടി, പ്രോഫിറ്റ് കിട്ടി, നമ്മൾ അത് ചെയ്തു ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വരുന്ന 100 കസ്റ്റമേഴ്സുണ്ടെങ്കിൽ 98 കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കി വിടുന്നതിനുള്ള ഒരു രീതി നമ്മൾ കൊണ്ടുവരണം. അവർക്ക് വേണ്ടിയ പ്രോഡക്റ്റ് കാണുമായിരിക്കാം, പക്ഷെ അവർക്ക് വേണ്ട സർവീസ്, അവരുടെ ബില്ലിംഗ് ആക്ടിവിറ്റീസ്, പിന്നെ റേറ്റ്, അതെല്ലാം നമ്മൾ കാര്യമായിട്ട് നോക്കണം. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. സർവീസ്, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ളത്. സർവീസിനെ കൊടുത്ത് പ്രോഡക്റ്റ് എല്ലാവർക്കും ഹാപ്പിയാണ്. സർവീസ് കൊടുക്കണം. നാളെ എന്തെങ്കിലും കേട് വന്നാൽ അത് റിപ്പയർ ചെയ്ത് കൊടുക്കേണ്ട ചുമതല നമുക്കാണ്. ചിലപ്പോൾ അത് പണിക്കാരൻ്റെ ചിലപ്പോൾ പ്രോഡക്റ്റ് മിസ്റ്റേക്ക് ആയിരിക്കാം, പക്ഷെ ചിലപ്പം വർക്ക്മാൻഷിപ്പിൽ വന്ന പ്രോബ്ലം അത് തീർത്ത് കൊടുക്കേണ്ട ചുമതല, അതിന് 1 രൂപ പോലും നിങ്ങൾ മേടിക്കാണ്ട് റിപ്പയർ ചെയ്ത് കൊടുക്കേണ്ട കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതാണ് നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് മനസ്സിലാക്കണം. അത് അവർ മനസ്സിലാക്കി അതിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ബിസിനസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റിനെ പറ്റി ആൾക്കാർക്ക് യാതൊരുവിധ ഇതുമില്ല, പക്ഷേ സർവീസ്, അതിൽ വരുന്ന പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ. റേറ്റ് തന്നെ, അതാണ് അച്ഛനിൽ നിന്ന് കണ്ടുപിടിച്ചത്. ഇതുപോലെ തന്നെ റേറ്റ്, നമ്മളെല്ലാം ഇന്ത്യയിലെ എല്ലാ ജുവലേഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്നത് ബോംബെ റേറ്റാണ്. ലണ്ടൻ മാർക്കറ്റ് അനുസരിച്ച് ബോംബെ റേറ്റ് വ്യത്യാസം വരും. അതനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ നമ്മൾ വരും. നമുക്ക് ലണ്ടൻ മാർക്കറ്റ് ഏകദേശം 9-15 കിട്ടും.
എക്സ്ചേഞ്ചിൻ്റെ വാല്യൂ ഗവൺമെൻറ്റിനനുസരിച്ച് 9-18 കിട്ടും. അതനുസരിച്ച് അന്നത്തെ മാർക്കറ്റ് 100 രൂപ കൂടിയാലും കുറഞ്ഞാലും മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു ചുമതല എന്നിലാണ്. റേറ്റ് ഫിക്സിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. ആദ്യം ആലപ്പുഴയിലായിരുന്നു, കേരളത്തിലായി, ഇപ്പം 7 സ്റ്റേറ്റിലും കംപ്ലീറ്റ് ആയി. ഇപ്പം നാഷണൽ ലെവലിൽ അവർ എൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ തന്നെ അത് ഫോളോ അപ്പ് ചെയ്യണം, നിങ്ങളുടെ റേറ്റ് ഞങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു ഒരു റിക്വസ്റ്റും അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ അക്സെപ്റ്റൻസും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ചോദിക്കും, അപ്പോൾ സാറാണല്ലോ ഈ ഗോൾഡിന് റേറ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? കുറഞ്ഞാലും 100 രൂപ കുറഞ്ഞാലും 120 രൂപ ഒരു ദിവസം കുറച്ച് ചരിത്രമുണ്ട്. കഴിഞ്ഞ ഒരു മാസം കുറഞ്ഞ അതപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് നമ്മൾ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുകയാണ്. അത് ആൾക്കാർക്ക് അതിൽ വിശ്വാസമുണ്ട്. നമ്മൾ യാതൊരുവിധ അതിൽ പ്രോഫിറ്റ് നമ്മൾ ചെയ്യുന്നില്ല, അത് മിസ്യൂസ് ചെയ്യുന്നില്ല, ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. ബാക്കി ജുവല്ലേഴ്സിൻ്റെ എല്ലാ അസോസിയേഷൻ്റെ ആൾക്കാരും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ തെളിവില്ല അത്. എന്തെങ്കിലും ഭീമയ്ക്ക് ഒരു സ്റ്റക്ക് പോയിന്റ് വന്നിട്ടുണ്ടോ? ഒരു സ്റ്റക്ക് പോയിന്റ് എന്തുകൊണ്ടായിരിക്കും വരാത്തത്? നമ്മൾ ആ രീതിയിലാണ് എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. പൊതുജനങ്ങൾക്ക് നല്ല നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് എല്ലാവർക്കും അങ്ങനെ ഇതുണ്ട്. എല്ലാവരും അത് ഒരു രീതിയിലും മാറി ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെയൊരു പ്രതിസന്ധി വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ എഫേർട്ടുകളാണ്? ഇപ്പം സാറിൻ്റെ ഒരു ചെറുപ്പം മുതൽ 8ാം വയസ്സ് മുതൽ അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ സാർ ഈ ബിസിനസ്സിലുണ്ട്. അച്ഛനിൽ നിന്ന് കണ്ടു പഠിച്ച് വളർന്നു വന്നു. അച്ഛനൊരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാപനം ഏൽപ്പിച്ചു, അതിനെ പയ്യെ ഡെവലപ്പ് ചെയ്തു. ഇന്ന് 68 ഷോപ്പുകളിലാണ് ഭീമ എന്ന് പറയുന്ന സ്ഥാപനം എത്തി നിൽക്കുന്നത്. സാറിൻ്റെ എന്തൊക്കെ രീതികളാണ് ഭീമയുടെ ഒരു വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ സ്റ്റക്ക് പോയിന്റ് ഇല്ലാതെ മുന്നോട്ട് ഇത് ഞാൻ പറയുന്നത്, ഇത് നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഫിനാൻഷ്യൽ ഇൻക്രീസ് കൂടല്ല, ബാക്കി പൊതുജനങ്ങളിൽ വരുന്ന അപാകത ഒരുപാടുണ്ട്. ഈ സമൂഹത്തിൽ ഒരുപാട് അവശത അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഇൻട്രസ്റ്റ് കൂടെ നമ്മൾ കാണേണ്ട ഒരു സാഹചര്യം നമ്മൾ കാണും. അതനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ഈ അച്ഛൻ്റെ ഞാൻ 4 ദിവസം മുമ്പായിരുന്നു അച്ഛൻ്റെ ആണ്ട്. അന്ന് ഏകദേശം നമ്മുടെ ഷോറൂമിനടുത്തുള്ള ഏകദേശം 5000-ഓളം കുട്ടികൾക്കും അവശകാരന്മാർക്കും ഫിനാൻഷ്യൽ എയ്ഡ്, ഫുഡും എല്ലാം കൊടുത്തു. ഫൗണ്ടേഴ്സ് ഡേയിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ബാക്കി എന്തെങ്കിലും ഫിനാൻഷ്യൽ എയ്ഡ് നമ്മൾ ചോദിച്ചു വരുമ്പോൾ ഒരു മടിയില്ലാണ്ട് അതിനൊരു പ്രത്യേക ഫണ്ട് കൊണ്ടിട്ട് അവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ അവരുടെ പരാതികൾ മാറി കിട്ടുകയാണെങ്കിൽ അവരുടെ മനസ്സിലുള്ള തൃപ്തി നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. വിഷമം സാറിന് ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമുക്ക് പല വിധത്തിലുള്ള പ്രോബ്ലംസ് വരാം. അത് നമ്മൾ നേരിട്ട് കാണണം. ആ നേരിട്ട് കാണുന്നതിന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്വർണം നാണയം വിൽക്കുന്നതിൻ്റെ വിഷമം മനസ്സിലാക്കി അതിൻ്റെ കൂടെയാണ് ഭീമയുടെ വളർച്ച. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ അവസ്ഥകൾ അനുസരിച്ച് അവർക്കുള്ള പ്രോബ്ലംസ് മാറ്റി കിട്ടാനായിട്ട് നമ്മൾ ഒരുമ്പിട്ട് അതിനുള്ള ഫിനാൻഷ്യൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, അത് അവരുടെ ആവശ്യപ്പെട്ടല്ല ചെയ്യണം, കണ്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു റിസൾട്ട് നമുക്ക് വേണ്ടത് ദൈവം തന്നിരിക്കും. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് അതിൽ കാണും. കിട്ടുമെന്നല്ല, ഉറപ്പല്ല, അത് വിശ്വാസമാണ്. എപ്പോഴും കിട്ടുമെന്നും പറയാൻ പറ്റില്ല. അത് കിട്ടും, കിട്ടിയിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. സാറ് അമ്മയുടെ വെള്ളിക്കൊലുസും സ്വർണ്ണമാലയും അച്ഛൻ കൊടുത്തത് കൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് എത്ര എംപ്ലോയീസിന് ജോലി കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ ഏകദേശം ഒരു 3500-4000 പേർക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് തന്നെ അവർക്ക് വരുന്ന ബാക്കിയുള്ള ഈ സമൂഹത്തിൽ ഞാൻ പറഞ്ഞില്ല, ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കലാകാരന്മാർക്ക് അവശത അനുഭവിക്കുന്ന ഒരു ജോലി ചെയ്തവർക്ക് ഒരുപാട് പേരുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അവരുടെ അസോസിയേഷൻ മുഖാന്തരം അവർക്കൊരു സഹായം ചെയ്യുന്നുണ്ട്. 4000-ഓളം ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഓ ഗ്രേറ്റ്. ഇത് ഡയറക്റ്റാണ്. അല്ലാതെ ഉള്ളവർക്ക് അവർക്ക് ഫിനാൻഷ്യൽ എയ്ഡ് അവർക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ വരുത്താനുള്ള എല്ലാ രീതിയും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. സാറിന്റെ ഒരുപാട് വണ്ടിയുടെ കളക്ഷൻ ഉള്ള ഒരാളാണ് സാറ്. അത് ഇപ്പോഴും പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ വണ്ടി ഏതായിരുന്നു? ആദ്യം ഞാൻ ആലപ്പുഴ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വണ്ടിയുടെ ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കി. ഞങ്ങൾക്ക് കോളേജിൽ പോകാനും ബാക്കി എനിക്ക് ട്യൂഷനെല്ലാം പോകാനായിട്ട് ഉണ്ടെങ്കിൽ അച്ഛനൊരു അംബാസഡർ കാർ മേടിച്ചു തന്നു. അതാണ് ആദ്യത്തെ വണ്ടി. അത് കൊല്ലങ്ങളോളം ഞാൻ സൂക്ഷിച്ചു. അത്
പാർട്സ് കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ കൊടുത്തത്. ഈയിടയ്ക്ക് ഒരു 10 കൊല്ലം മുമ്പേ കൊടുത്തുള്ളൂ. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വീക്ക്നെസ് കാണും. ഇപ്പൊ ഏതാ വണ്ടി യൂസ് ചെയ്യുന്നത്? ഇപ്പം എല്ലാ വണ്ടിയും യൂസ് ചെയ്യും. ഇപ്പം ഞാൻ വന്നത് റോഡ്സിലാണ്. ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മേടിച്ചു കുട്ടികൾക്ക് വേണ്ടി ചെറിയ കൊച്ചുമക്കൾക്ക് ഒരു വണ്ടി മേടിച്ചു കൊടുത്തു. അവർക്ക് 2 പേർക്ക് പോകാനായിട്ട് വരാനായിട്ട്. ഇവിടെ വരുമ്പോഴേ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. പോകാനായിട്ട് ഇത്രയും വലിയ വണ്ടി ഞങ്ങൾക്ക് ആവശ്യമില്ല അച്ഛൻ ഏതെങ്കിലും വണ്ടി എന്നാ നിങ്ങൾ പറ. അവർ ഒരു വണ്ടി, ഒരു ഹുണ്ടായുടെ ചെറിയൊരു വണ്ടി 10 ലക്ഷം രൂപയുടെ, അത് മതി. അത് എന്തൊക്കെ വേണോ, എക്സ്ട്രാ ഫിറ്റിങ്സ് എന്തെങ്കിലും വേണോ, വേണ്ട ഇത് മതി. ഹാപ്പിയാണ് അവർ. അതെ, ബാക്കിയെല്ലാം എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒരുപാട് കാണും. ഈ വണ്ടി വരുമ്പോൾ ഞാൻ അതിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇഷ്ടമാണ് വണ്ടികൾ. എൻ്റെ ഒരു വീക്ക്നെസ് അത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ സാറിൻ്റെ ജനറേഷൻ, അടുത്ത ജനറേഷൻ ഇപ്പോൾ ബിസിനസ്സിലേക്ക് വരികയാണ്, കൊച്ചുമക്കൾ ബിസിനസ്സിലേക്ക് വരികയാണ്. ഇതുപോലെ ഒരുപാട് പേര് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഓൾറെഡി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ പ്രേക്ഷകർ. അവരോട് സാറിൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, സാറിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, 100 വർഷത്തെ ഭീമയുടെ എക്സ്പീരിയൻസ് ഉണ്ട്, സാറിന് എന്താണ് ഒരു ഉപദേശമായിട്ട് കൊടുക്കാനുള്ള? നിങ്ങൾ ബിസിനസ് ചെയ്ത് എന്ത് ബിസിനസ് വേണമെങ്കിലും, ജ്വല്ലറി ആണെങ്കിൽ ജ്വല്ലറി, വേറെ എന്ത് ബിസിനസ് ആണെങ്കിൽ വേറെ ജോലിയാണോ, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ആ ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അതിനൊരു സിൻസിയറിറ്റി വേണം. മാക്സിമം നിങ്ങൾ എഫർട്ട് എടുത്തിട്ട് നിങ്ങളിൽ കൂടെ ആർക്കും ഒരു പരാധീനത, ഒരു വിഷമം, ഒരു കംപ്ലൈൻറ്റ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. നിങ്ങൾ അതിനെപ്പറ്റി ആ ബിസിനസ് അല്ലെങ്കിൽ എന്ത് വീക്ക്നെസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ട് ആ വീക്ക്നെസ് നിങ്ങൾ ചെയ്യുമ്പോൾ ആ വീക്ക്നെസ്സിനെ മാറ്റി പെർഫെക്ഷൻ കൊണ്ടുവരണം എന്നുള്ളൊരു മുദ്രാവാക്യത്തോടുകൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ ആ ബിസിനസ് അങ്ങേയറ്റം മാക്സിമം ടോപ്പ് ലെവലിൽ വരും. അതാണ് എൻ്റെ ഉപദേശം. അത് ബിസിനസ്സിൽ നിങ്ങൾ 10 രൂപ 100 രൂപ കിട്ടണം, 50 രൂപ കിട്ടണം, നിങ്ങൾ 10 രൂപ കിട്ടിയാലും മതി. 10 രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ പെർഫെക്ഷൻ, അതിൽ ശരിയായിട്ടുള്ളൊരു ഹാപ്പിനെസ് വരികയാണെങ്കിൽ അത് മതി. ടേൺ ഓവർ കിട്ടുമ്പോൾ ആ 10 രൂപ എന്നുള്ള 100 രൂപയോ 1000 രൂപയോ ആകാം. അതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന പാഠം. അതവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്ത് തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഭീമ പോലെയൊക്കെ വളരട്ടെ എല്ലാവരും, അല്ലേ? ഓക്കെ, ഇനി എന്താണ് ഭീമയുടെ ഫ്യൂച്ചർ എന്താണ്? കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇന്ത്യയിലെ 2nd ഹയസ്റ്റ് ടാക്സ് പ്ലെയർ ആണ് സാറ്. അതുപോലെ കേരളത്തിലെ ഒറ്റ ഷോറൂമിൽ നിന്ന് ഫസ്റ്റ് ടാക്സ് പ്ലെയർ ആണ്. എന്താണ് ഭീമ ഷോപ്പാണ്? അതെ, ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ് കിട്ടി നിൽക്കുന്നു. സാറിൻ്റെ ഇനി ഭീമയുടെ ഫ്യൂച്ചർ എന്താണ് സാർ സ്വപ്നം കാണുന്നത്? ഈ ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും മഹത്തായിട്ട് കണ്ടിട്ട് ഇതിൽ യാതൊരുവിധ വീഴ്ചകൾ വരാനുള്ള സാധ്യത മനസ്സിലാക്കിയാലും ബിസിനസ് ഒരിക്കലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാക്സിമം അവരുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കണം. മാക്സിമം മിനിമം പ്രോഫിറ്റ്, മാക്സിമം ടേൺ ഓവർ കിട്ടും. മിനിമം പ്രോഫിറ്റ് വെച്ചാൽ അത് കിട്ടുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ വളർച്ച എപ്പോഴും കാണും. നിങ്ങളത് മനസ്സിലാക്കണം. ഈ ബിസിനസ് എന്നല്ല, നിങ്ങൾക്ക് വേറെ ഈ ബിസിനസ്, സ്വർണ്ണ ബിസിനസ് അല്ല, വേറെ എന്തെങ്കിലും നല്ല ടെക്സ്റ്റൈൽ വേണോ, ഇല്ലെങ്കിൽ ഹോട്ടൽ വേണോ, ഇല്ലെങ്കിൽ മാനുഫാക്ചറിങ് സിസ്റ്റം വേണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ രീതി പോകണോ, അതിനെല്ലാത്തിനും അതിൻ്റെ വീക്ക്നെസ്സോ അതിൻ്റെ കാര്യങ്ങൾ ശരിക്കും പഠിച്ചതിന് ശേഷം അതിന് ഇറങ്ങണം. അതിനാണ് എൻ്റെ ഉപദേശം പറയാനുള്ളത് എനിക്ക്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇതുവരെ പല മീഡിയാസിലും എല്ലാം പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ എവിടേക്കാണ് അപാകത വരാനുള്ള ചാൻസ് മനസ്സിലാക്കി അത് എന്തേ നിങ്ങൾ ചെയ്തു എന്നുള്ള ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അത് പറയാനുള്ള അവസരം എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ ഇതിനെപ്പറ്റി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ജീവിതത്തിൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരെ കേൾക്കാനും കാണാനും അവരുടെ കൂടെ നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം അതുപോലെ വലിയൊരു പാഠപുസ്തകമാണ് ഗോവിന്ദൻ സാറിനെ പോലുള്ള വലിയ സംരംഭകർ. ഇനി നമുക്ക് ഇതുപോലെ നല്ല നല്ല സംരംഭകരുടെ കഥകൾ കേൾക്കാം, കൂടുതൽ പ്രചോദനം തരുന്ന കഥകൾ കേൾക്കാം. താങ്ക് യു സോ മച്ച്.